ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളിന്റെ നന്മകൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭക്തിപരമായ കാര്യങ്ങൾക്ക് പലപ്പോഴും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുക, ഈശോയുടെ വാഗ്ദാനങ്ങളെ പറ്റി ചിന്തിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു പ്രധാന കാര്യമുണ്ട്. എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിന് തിരുനാൾ ആഘോഷിക്കുന്ന, തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള സവിശേഷതകളിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ തിരുനാൾ ഒരുപാട് അനുഗ്രഹം നിറഞ്ഞതാകും. ഈശോയുടെ ഹൃദയത്തിൽ പ്രധാനമായും ഒരു 5 കാര്യങ്ങളുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ ഉള്ളത് അയാളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈശോയുടെ സ്വഭാവമാണ് ഈ 5 കാര്യങ്ങളും. ഈ 5 കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഈശോയുടെ ഹൃദയത്തിൽ വലിയ ശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരാള് ഒരു പാപിയാണോ അതോ നല്ലവനാണോ എന്ന് പറയുന്നത് അയാളുടെ ചുറ്റും ജീവിക്കുന്നവരാണ്. പുറമേ ഉള്ളവർക്ക് അവരുടെ മുമ്പിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരു മാസ്ക് ഇട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത് ജീവിക്കുന്ന, അത് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കൊളീഗ്സ് ആവാം, അവരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈശോയുടെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന പത്രോസ്ലീഹ അദ്ദേഹത്തിന്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ ഈശോയുടെ സ്വഭാവത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ക്രിസ്തുവിനെ പറ്റിയുള്ള അവന്റെ ശിഷ്യന്മാരുടെ, അവന്റെ ജീവിതത്തോടെ ഏറ്റവും ചേർന്ന് നിന്നവരുടെ സാക്ഷ്യമായിരുന്നു അവൻ ശുദ്ധിയുള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് ഇനി മുതൽ അങ്ങനെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കാം. പരമാവധി പാപത്തിൽ നിന്നൊക്കെ മാറി നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പുണ്യജീവൻ നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്തെ മനോഹരമായ പ്രത്യേകത, ഈശോയുടെ ഹൃദയത്തിൽ വലിയ ശാന്തി ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും തോണിയിൽ മറകരയ്ക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. പക്ഷെ എല്ലാവരും പേടിച്ചു പോയെങ്കിലും ഈശോ ശാന്തനായി കിടന്നുറങ്ങുകയായിരുന്നു. കാരണം ആ ശാന്തത ഈശോയുടെ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ പിതാവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഈശോയുടെ ഹൃദയത്തെ പറ്റി ധ്യാനിക്കുമ്പോൾ ഈ ഒരു ശാന്തത കൈവരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമത്തെ ഈശോയുടെ ഹൃദയത്തിന്റെ പ്രത്യേകത, ഈശോയ്ക്കൊരു ആത്മീയ സന്തോഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളാണ് ഉണ്ടായത്. ഈശോ വിശ്വസിച്ച, സ്നേഹിച്ച, ഈശോ നന്മ ചെയ്ത മനുഷ്യരൊക്കെ ഈശോയെ തള്ളിപ്പറഞ്ഞു, കുറ്റപ്പെടുത്തി, പീഡകൾ ഏൽപ്പിച്ചു. പക്ഷേ ഒരു ആന്തരികമായ സന്തോഷം ഈശോയ്ക്കുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് നെഗറ്റീവ്സിന് നടുവിലായിരിക്കാം ജീവിക്കുന്നത്. പക്ഷേ ആഫ്റ്റർ ഓൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. കാരണം എൻ്റെ തമ്പുരാൻ എന്നോട് സ്നേഹമുണ്ട്. മറ്റാർക്കും വേണ്ടെങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെ വേണം. അതുകൊണ്ടാണല്ലോ കർത്താവ് ഈശോമിശിഹാ ഇങ്ങനെ പറഞ്ഞത്, ആരും കൂടെ ഇല്ലെങ്കിലും എൻ്റെ ദൈവം, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ബോധ്യം അത് നമുക്കും ഉണ്ടാവണം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 4-ാമത്തെ പ്രത്യേകത, ഈശോയ്ക്ക് താൻ എന്തിനാണ് ഈ ലോകത്തിൽ വന്നെന്നുള്ള ഒരു ദൗത്യബോധം ഇപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോ പലപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്, അതാണ് എൻ്റെ ഭക്ഷണം. പലപ്പോഴും മനുഷ്യരൊക്കെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലക്ഷ്യബോധമില്ലാത്തൊരവസ്ഥ പലർക്കുമുണ്ട്. ഒരു തമാശ കഥ ഇങ്ങനെയാണ്. ഒരു രാജാവ് ഒരിക്കൽ നല്ല അസ്ത്രമെയ്ത്തുകാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി രാജ്യത്ത് സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. ഒരു മരം, ആ മരത്തിൻ്റെ ഒരു ശിഖരത്തിൽ ഒരു വട്ടം വരച്ചിരിക്കുന്നു. ആ വട്ടത്തിൻ്റെ കറക്റ്റ് നടുവിൽ ആരോ ആ അസ്ത്രം എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് രാജാവിന് വലിയ അത്ഭുതമായി. രാജാവ് അന്വേഷിച്ചു, ഇതാരാണ് ചെയ്തത്. അവസാനം ഒരു 10 വയസ്സുള്ള ഒരു ബാലനെ കണ്ടെത്തി. അവനാണ് ഇങ്ങനെ അമ്പ് ചെയ്തത്. രാജാവിന് അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു, എൻ്റെ മോനെ, നിനക്ക് എന്തുമാത്രം കഴിവാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്ക് പറ്റും? ആ കുഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതിൽ വലിയ മിടുക്കൊന്നുമില്ല, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത്രേ ഉള്ളൂ, ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് അമ്പെയ്യും. അമ്പെയ്ത് കഴിഞ്ഞിട്ട് അമ്പ എവിടെയാണോ തറയ്ക്കുന്നത് അതിന് ചുറ്റും ഞാനൊരു വട്ടം വരയ്ക്കും. ഇതൊരു കഥയാണെങ്കിലും
പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥ. എവിടെയോ എത്തിച്ചേരുന്നു, ആ എത്തിച്ചേരുന്നതിൽ പിന്നെ എങ്ങനെയൊക്കെയോ സന്തോഷം കണ്ടെത്തി അങ്ങനെ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈശോയുടെ ഹൃദയം നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യബോധമുണ്ടാവണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളെ ഈശോ സൃഷ്ടിച്ചത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഈശോയുടെ ഹൃദയത്തിൻ്റെ അഞ്ചാമത്തെ ഒരു പ്രത്യേകത, ഈശോയുടെ ഹൃദയം മുഴുവൻ ലാളിത്യമുള്ളതായിരുന്നു. ഈ ലോകത്തിന് ഈശോ നൽകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മനുഷ്യരൊക്കെ എങ്ങനെ ഒന്നാമനാകാൻ എന്ന് ശ്രമിക്കുന്ന ഈ ലോകത്തിൽ ഈശോ എവിടെയാണ് വ്യത്യസ്തനാകുന്നത്? പാദം കഴുകുന്ന ഈശോയുടെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവരുടെ ഗുരുവനാഥനമായ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അടിമയെപ്പോലെ പാദങ്ങൾ കഴുകി. നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ കൂടുതൽ നമുക്ക് പറ്റുന്ന വിധത്തിൽ എളിമയുള്ളവരാവാം, ലാളിത്യമുള്ളവരാവാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളും നമ്മുടെ ഈ തിരുഹൃദയ തിരുനാളിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ തിരുഹൃദയ തിരുനാൾ അർത്ഥ സമ്പുഷ്ടമാകും. ഈശോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. നമുക്ക് ഈ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയം പോലെ ആക്കണമേ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയ തിരുനാളിൻ്റെ നന്മകളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ എന്നും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.